ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുമുണ്ടാകുന്ന ന്യൂനമർദ്ദം കേരളത്തെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ രാത്രി വരെ കേരള തീരത്ത് തിരമാല 2.2 മീറ്റർ വരെ ഉയരത്തിൽ അടിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകി. കനത്ത ചൂടിൽ ആശ്വാസമായി സംസ്ഥാനത്തെമ്പാടും മഴയും എത്തിയിരുന്നു. വിവിധ ജില്ലകളിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. ശ്രീലങ്കയ്ക്ക് സമീപം ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നെന്നാണ് സൂചന. ഇതിനിടെയാണ് ചൂടിനാശ്വാസമായി കേരളത്തിന് മഴയെത്തിയെങ്കിലും സൂക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിതീവ്രമായി ഈ ന്യൂനമർദ്ദം മാറുകയാണെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കുറവാണെന്നും ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിലുടനീളം വൻ കാറ്റിനും തിരമാലകൾക്കും സാധ്യതയുണ്ട്. തീരദേശത്തെങ്ങും വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ന്യൂനമർദ്ദത്തിന്റെ അലയൊലികൾ ഉണ്ടാകും. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മത്സ്യത്തൊഴിലാളികൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ ഇപ്പോൾ ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന വേനൽ മഴയെക്കുറിച്ചും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേനൽ മഴയോടനുബന്ധിച്ചുള്ള ഇടിമിന്നൽ അപകടകാരികളാണ്. ജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നലിനെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആയതിനാൽ അതോറിറ്റി ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. കാർമേഘം കണ്ടു തുടങ്ങുന്ന ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയുള്ള സമയം സ്വീകരിക്കേണ്ടതാണ് ഈ മുന്നറിയിപ്പുകൾ. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയുള്ള സമയത്ത് കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കാൻ വിടരുത്. മഴക്കാർ കണ്ട് വളർത്തുമൃഗങ്ങളെ മാറ്റിക്കെട്ടാനും ടെറസിൽ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എടുക്കാനും പോകരുതെന്നും ഇത് വീട്ടമ്മമാർ കൂടുതലായി ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വീട്ടമ്മമാർക്കാണ് ഇതുവരെ കൂടുതലായി ഇടിമിന്നൽ ഏറ്റതെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് കൊണ്ടാണ് ഇവരെ കേന്ദ്രീകരിച്ച് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനാൽ വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ജനലും വാതിലും അടച്ചിടുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഫോൺ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.